പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കപ്പെടുന്നു, എന്നാൽ അനുഭവിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ബൈബിളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒന്നും അതേപടി തുടരുന്നില്ല. പരിശുദ്ധാത്മാവ് ആര്? പരിശുദ്ധാത്മാവ് അകലെയുള്ള ഒരു ശക്തിയല്ല. അവൻ ദൈവമാണ്, മനുഷ്യഹൃദയത്തിനരികിൽ വസിക്കുന്ന ദൈവം. യേശു അവനെ ആശ്വാസകൻ എന്ന് വിളിച്ചു. വാക്കുകൾ പരാജയപ്പെടുമ്പോൾ സമീപത്തേക്ക് വരുന്നവൻ, എല്ലാവരും വിട്ടുപോകുമ്പോഴും നിലനിൽക്കുന്നവൻ. അവൻ കയ്യടി തേടുന്നില്ല. വേദനയേറ്റ ആത്മാക്കളിൽ സത്യം അവൻ മൃദുവായി ചൊല്ലുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ചത് എന്ത്? യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവന്റെ ശിഷ്യർ ഭയത്തിലായിരുന്നു. അവർ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഒളിച്ചു, സ്വയം സംശയിച്ചു. ദുർബലമായ വിശ്വാസമുള്ള സാധാരണ മനുഷ്യരായിരുന്നു അവർ. പിന്നീട് പെന്തക്കോസ്ത് വന്നു. ശക്തമായ കാറ്റുപോലുള്ള ശബ്ദം മുറി നിറച്ചു. അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. ഭയം പിടിവിട്ടു. പരിശുദ്ധാത്മാവ് അവരുടെ ദുർബലത നീക്കിയില്ല, അതിനെ ധൈര്യത്തോടെ നിറച്ചു. ആ ദിവസം തകർന്ന ഹൃദയങ്ങൾ ഒരു ശബ്ദം കണ്ടെത്തി. സാധാരണ മനുഷ്യർ എങ്ങനെ മാറി? മത്സ്യത്തൊഴിലാളികൾ അധികാരത്തോടെ സംസാരിച്ചു. വീരുക്കൾ സാക്ഷികളായി. ഒരിക്കൽ ഓടിപ്പോയവർ ഇപ്പോൾ മരണം വരെ ഉറച്ചുനിന്നു. അവർ മാറിയത് വിദ്യാഭ്യാസം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, സ്ഥാനമൂലം കൊണ്ടല്ല. അവർ മാറിയത് സാന്നിധ്യം കൊണ്ടാണ്. അവരിൽ വസിച്ച ദൈവസാന്നിധ്യം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കാം? പരിശുദ്ധാത്മാവ് ഒരു പ്രതിഫലമല്ല, അവൻ ഒരു ദാനമാണ്. യേശുവിലേക്കു തിരിയുന്നവർക്ക്, ഹൃദയം തുറക്കുന്നവർക്ക്, ലളിതമായി പറയുന്നവർക്ക്, കർത്താവേ, എനിക്ക് നിന്നെ വേണം. പരിപൂർണത ആവശ്യമില്ല, സമർപ്പണം മാത്രം മതി. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ജീവിതം. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ജീവിതം വേദനകളില്ലാത്തതല്ല, എന്നാൽ ഒരിക്കലും ശൂന്യമല്ല. അവൻ കലാപത്തിൽ സമാധാനം നൽകുന്നു, ഇരുട്ടിൽ പ്രത്യാശ നൽകുന്നു, ഹൃദയം ക്ഷീണിക്കുമ്പോൾ ശക്തി നൽകുന്നു. അവൻ ഒരിക്കലും സ്വയം കാണിക്കില്ല. അവൻ എല്ലായ്പ്പോഴും യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരിശുദ്ധാത്മാവ് വന്നത് മനുഷ്യരെ മതപരരാക്കാനല്ല, ജീവിപ്പിക്കാനാണ്. ഇന്നും അവൻ തകർന്ന മുറികളിലേക്ക് കടക്കുന്നു, സാധാരണ മനുഷ്യരെ മാറ്റുന്നു, ശൂന്യഹൃദയങ്ങളെ ജീവിക്കുന്ന പ്രത്യാശ കൊണ്ട് നിറക്കുന്നു.